നമുക്കൊക്കെ സാധാരണ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു മടി പിടിച്ചൊരു എന്താ പറയുക, ജോലിയൊന്നും ചെയ്യാതെ കുറച്ചേരം ഇങ്ങനെ വെറുതെ ഇരിക്കുന്നൊരു തോന്നില്ലേ? അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ എനിക്കിന്ന്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ടും ജോലിയൊന്നും ചെയ്യാൻ തോന്നാണ്ട് അങ്ങനെ വെറുതെ ചുമ്മാ നടക്കുമായിരുന്നു. അപ്പോൾ ജോലിക്ക് പോവുകയാണെങ്കിൽ ഉച്ചയ്ക്ക് എന്തെങ്കിലും കൊണ്ടുപോകണ്ടേ കഴിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ചോറിൻ്റെ പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ആദ്യം തന്നെ ചോറ് അടുപ്പത്തിട്ടു. ചോറല്ല കേട്ടോ, അരി അടുപ്പത്തിട്ടു. പിന്നെ ഇന്നലെ വൈകിട്ട് ജോലി കഴിഞ്ഞ് പോകുന്ന സമയത്ത് വള്ളിപ്പയർ മേടിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെ രാത്രി തന്നെ ഞാൻ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. കാരണം രാവിലെ എഴുന്നേറ്റ് നമ്മൾ കിട്ടുന്ന ഒരു 1.5-2 മണിക്കൂർ സമയം കൊണ്ട് വള്ളിപ്പയർ അരിഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ വേറെ പരിപാടിയൊന്നും നടക്കില്ല. അതുകൊണ്ട് രാത്രി തന്നെ നല്ല വള്ളിപ്പയർ അരിഞ്ഞു വെച്ചു. പിന്നെ രാവിലെ അതിൻ്റെ കൂടെ ചേർക്കാനായിട്ടൊരു ചെറിയ സവാളയും 2 പച്ചമുളകും കൂടെ അരിഞ്ഞ് തോരൻ വയ്ക്കാനുള്ള തയ്യാറെടുപ്പെടുത്തു. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കാൻ വിചാരിച്ചു. പിന്നെ വേറെ എന്തെങ്കിലും കൂടെ എന്തെങ്കിലും സൈഡ് ഡിഷായിട്ട് എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു. അതിനെടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതിൻ്റെ സ്റ്റാർച്ച് എങ്ങാണ്ടോ പോകുന്നു. അത് അങ്ങനെയാണോ എന്നാണ് പറയുന്നത്, ശരിക്കും പേര് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഞാനൊരു കുറച്ച് സമയം അത് കഷ്ണമാക്കിയിട്ട് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് തോരനുള്ള അരപ്പ് അരച്ചെടുക്കാനായിട്ട് കുറച്ച് തേങ്ങയും ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 സ്പൂൺ ജീരകവും 1/4 സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു പല്ല് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തു. സാധാരണ എപ്പോഴും തോരൻ വയ്ക്കാൻ ഞാൻ എങ്ങനെ ചെയ്യുന്നു അങ്ങനെ തന്നെ ചെയ്തു. പിന്നെ അത് നോക്കിയപ്പോഴത്തേനും വെള്ളം കുറച്ച് വറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലൂടെ തന്നെ അങ്ങ് ചേർത്ത് ഈ അരപ്പൊക്കെ ഒന്ന് വേകാനായിട്ട് മൂടി വെച്ചു. പിന്നെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് നല്ലവണ്ണം ചിക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ തോരൻ്റെ പരിപാടി അങ്ങ് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഒഴിക്കാനായിട്ട് കറിക്ക് വേണ്ടിയിട്ടൊരു വഴുതനങ്ങ ഉണ്ടായിരുന്നു. വഴുതനങ്ങയുടെ പകുതി എടുത്തു, ചെറിയ നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അത് കുറച്ച് ഉള്ളിയും കൂടെ ചേർത്ത് വഴുതനങ്ങ പച്ചത്തീയൽ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ അമ്മൂമ്മയൊക്കെ അങ്ങനെ ഈ കറിക്ക് അങ്ങനെയാണ് പറയുക. കാരണം തേങ്ങ വറുത്തരയ്ക്കാത്തത് കൊണ്ട് വറുത്തരച്ച തീയലെന്ന് പറയാനത്, തേങ്ങ പച്ചക്ക് അരയ്ക്കുന്നതുകൊണ്ട് പച്ചത്തീയൽ എന്നൊക്കെ എൻ്റെ അമ്മൂമ്മയൊക്കെ നാട്ടിൽ പറയുക. ആ പേര് ഞാൻ പറഞ്ഞേ ഉള്ളൂ. പിന്നെ വീട്ടിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപാടുണ്ടാക്കി വേസ്റ്റ് ആക്കണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും പകുതിയും ഒക്കെ ആയിട്ട് എടുക്കുന്നത്. കാരണം ഉച്ചയ്ക്ക് മാത്രമേ ചോറ് കഴിക്കാറുള്ളൂ. രാത്രി കഴിക്കാനായിട്ട് കൂടെ ചേർത്ത് ചോറ് വയ്ക്കാറില്ല. അതുകൊണ്ട് ഒരുപാട് വേസ്റ്റ് ആക്കണം എന്ന് വിചാരിച്ചിട്ടെല്ലാം കുറച്ച് ചെയ്യുന്നത്. പിന്നെ പുളി ചേർക്കാത്തത് കൊണ്ട് ഒരു ചെറിയ തക്കാളിയും ഒരു 2 പച്ചമുളകും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് തിളയ്ക്കാനായിട്ട് മൂടി വെച്ചു. അപ്പോൾ ഇതിൽ ചേർക്കാനുള്ള അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും കുറച്ചല്ല 1.5 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സി ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതും കൂടെ അതിൽ ചേർത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഇങ്ങനെ നമുക്ക് ഇതൊക്കെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ്. പെട്ടെന്ന് കാര്യങ്ങളും നടക്കും. നല്ല രുചിയായിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു 2-3 കറിയൊക്കെ ആവുമല്ലോ ഉച്ചയ്ക്ക് കൊണ്ടുപോകാനായിട്ട്. പിന്നെ ആദ്യം ഞാൻ ഉരുളക്കിഴങ്ങ് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് വെള്ളത്തിൽ വെച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഈ വേവിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങിനെ കൂടെ ഇതിനകത്തോട്ട് എടുത്തിട്ട് അങ്ങനെ അതൊരു ഫ്രൈ ആക്കി എടുത്തു. ഞാൻ എന്താ പറയുക, ഇങ്ങനെയല്ല സാധാരണ ഉണ്ടാക്കാറ്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഇതാ എളുപ്പം കേട്ടോ. എല്ലാം എന്താ പറയുക,
നമുക്ക് സമയത്തിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇതാ ഒരു സൈഡിൽ അരി വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. പിന്നെ വഴുതനങ്ങ പച്ചത്തീയൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്താ വള്ളിപ്പയർ തോരനും. ഇന്നത്തെ ഉച്ചത്തെ ലഞ്ച് കുശാലായി.